ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ പോയപ്പോൾ രേണു സുധിയുടെ വീഡിയോ ലീക്കായി. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബഹ്റൈനിൽ പോയപ്പോൾ രേണു സുധിയുടെ വീഡിയോ ലീക്കായി. തുണ്ടു വീഡിയോ എന്താ അല്ലേ? അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണു സുധിയുടെ ആറാട്ടാണ്. രേണു സുധി ആറാടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഉള്ളതിലും ഇല്ലാത്തതിലും ഒക്കെ രേണു സുധി അവിടെ ഉണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന താരമാണ് രേണു സുധി. ഈ രേണു സുധിയുടെ ബഹ്റൈനിൽ പോയപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കടന്ന് ആറാടുകയാണ്. ഈ വീഡിയോ കണ്ട ഒരുപാട് പേര് ഞെട്ടിത്തെറിച്ചു പോയി. അതുപോലത്തെ രംഗങ്ങളാണ് രേണു സുധിയുടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത. ഞാൻ ഇട്ട വാർത്തയല്ല, സോഷ്യൽ മീഡിയയിൽ ഇട്ട വാർത്തയാണ്. ആരൊക്കെയോ, നമ്മളല്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? രേണു സുധിയുടെ വീഡിയോ ലീക്കായിട്ടുണ്ടോ? രേണു സുധി വേറെ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? രേണു സുധിയുടെ വീഡിയോ ആരൊക്കെ കണ്ട്? സത്യമായി പറയാലോ, രേണു സുധിയുടെ ബഹ്റൈനിൽ പോയപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇറങ്ങിയൊരു വാർത്തയാണ്. രേണു സുധിയുടെ ബഹ്റൈനിൽ പോയപ്പോൾ വീഡിയോ ലീക്കായി. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ല. ബഹ്റൈനിൽ പോയിട്ടുണ്ടോയെന്ന് ഉള്ള നേരമായിരിക്കും. ബഹ്റൈനിൽ പോയിട്ടുണ്ട്, അവർ തന്നെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗൾഫിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ അവിടെ പോയപ്പോൾ ഉള്ള വീഡിയോ ലീക്കായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ മോശമാണ്. എന്തും പറഞ്ഞ് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ശരിയാണ്. പിന്നെ ഒരു സോഷ്യൽ മീഡിയ കണ്ട് രേണു സുധി ഗർഭമായിട്ട് അലസിപ്പിക്കാൻ പോയി. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഈ തള്ളുന്നത്? അല്ല, ഈ വെറുതെ അതൊക്കെ മോശമായ കാര്യമാണ്. ഉള്ള പോലെയും കിട്ടാൻ മതി. രേണു സുധിയുടെ വീഡിയോസ് ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നും ലീക്കായിട്ടുള്ളൂ. അറിയത്തില്ലെന്നല്ല, ഞാൻ ഒത്തിരി നോക്കി. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഈ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് റീച്ചിന് വേണ്ടി ഇവർ വിളിച്ചു പറയുന്നത്? നമ്മൾ അവരെ വിമർശിക്കാം, അവർ ചെയ്ത കാര്യങ്ങൾ വിമർശിക്കാം. ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളവർ ചെയ്യാത്ത കാര്യങ്ങളും അല്ല, അവർ അറിയത്ത പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പോകുന്നത് ശരിയായ കാര്യമാണ്. റീച്ചിന് വേണ്ടി അവരുടെ വീഡിയോ ലീക്കായി പോയി. പിന്നെ അവർ ലൈവ് ഇട്ടപ്പോൾ തുണിയില്ലാതെ ആരും ഇറങ്ങി ഓടി. അതൊക്കെ വളരെ മോശമല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ വലിയുള്ളവർ നമുക്ക് എന്തേറെ വിഷമം തരും. ഇത് ഞാൻ രേണു സുധി ഒരിക്കലും ന്യായീകരിച്ച് അവരെ ഇത് പറഞ്ഞു അവരുടെ സപ്പോർട്ട് കിട്ടാനോ ഞാൻ വീഡിയോ ഇടുന്നതല്ല. അതോർത്ത് ആരും എന്നോട് പറയരുത്. ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടു, രേണു സുധിയുടെ ബഹ്റിലെ വീഡിയോ ലീക്കായിപ്പോയി, ഭയങ്കര കുഴപ്പമായിപ്പോയി, ആ വീഡിയോ ഭയങ്കര ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കടന്ന് ഓടുന്നൊരു സംഭവമാണ്. ഈ ക്യാൻസർ അതിൻ്റെ ഒരു ഇഷ്യൂ. അങ്ങനെ അത് അവരുള്ള സംഭവമാണ്. ക്യാൻസർ എന്ന് പറയുന്ന സംഭവം നേരെ. പക്ഷെ ബഹ്റൈനിൽ പോയി ഒരു വീഡിയോ ലീക്കായിപ്പോയി, അതിപ്പോൾ തുണ്ടായിട്ട് ഭയങ്കര ഇതായിട്ട് വമ്പൻ ഹിറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവരുടെ വീഡിയോ ഒന്നും ബഹ്റൈനിൽ പോയുള്ള വീഡിയോ ഒന്നും ലീക്കായിട്ടില്ല. അവർ തന്നെ ലൈവിൽ കാണിച്ചതും ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ച് ഭയക്രാന്തങ്ങളും അവതാരങ്ങളും ഒക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ലീക്കായിട്ടില്ല. വെറുതെ ചുമ്മാ റീച്ച് കിട്ടാൻ വേണ്ടി ആൾക്കാർ ചുമ്മാ ഏതിന് രേണു സുധിയാണല്ലോ കഥാപാത്രം, അതിനു വേണ്ടി ആൾക്കാർ ചമഞ്ഞൊരു നാടകമായിട്ടുള്ളൂ. അല്ലാതെ രേണു സുധിയുടെ ഈ ഒരു സംഭവമൊന്നും ഒരിക്കലും ലീക്കായിട്ടില്ല. അത് ആൾക്കാരുടെ ഇതാണല്ലോ. പല ആൾക്കാരും പല ഇതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധിയൊക്കെ വേണ്ടേ? എല്ലാത്തിനും ഇത് ചെയ്യല്ലേ? എല്ലാത്തിനും കയറി ചുമ്മാ വേണ്ടാത്തൊക്കെ ഇതിനോട് എനിക്കത്ര യോജിക്കാമല്ലോ. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തും. അപ്പോൾ എന്നെക്കുറിച്ച് അവസാനിക്കാൻ മറ്റൊരു വീഡിയോ തുടരാം. താങ്ക് യു, ബൈ.